ഇന്ന് നമുക്ക് ദേശി ടസറിൻ്റെ ആ ബേസ് കളർ, അതായത് ഒരു പേൾ ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 3980 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. നമുക്കൊരു ടസർ സാരി, അതായത് ഒരു ദേശി ടസറിൻ്റെ ഒക്കെ സാരി കൊടുത്ത് അതേ ഫീലിൽ നിൽക്കുന്ന സാരീസ്. നമുക്കിത് പല ഒക്കേഷൻസിന് എടുക്കാൻ പറ്റുന്ന ഒരു കളറാണ്. നല്ല റിച്ച് ലുക്ക് തോന്നുന്ന ഷെയ്ഡുമാണ്. അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് വന്നിരിക്കുന്ന കളർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബേസ് കളർ എല്ലാത്തിൻ്റെ സെയിം ആയിരിക്കും കേട്ടോ. ഇത് സാരി നമ്പർ 1 ആണ്. അപ്പം ഈ എംബ്രോയിഡറി വർക്കിന് ചെറിയ ചെറിയ ഡിഫറൻസസേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ലാവൻഡർ ആൻഡ് പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടോ ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരും. എന്നിട്ട് അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്ന, ത്രെഡ് വീവ് പാറ്റേൺ വന്നിരിക്കുന്ന ബോർഡറാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ നോക്കിയാൽ മുന്താണിയിലും അതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ വന്നിട്ട് ഇവിടെ കണ്ടോ ഒരു ടെമ്പിൾ ഡിസൈനൊക്കെ കൊടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സാരീസ്. അതിന് ടാസൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് വർക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് കേട്ടോ. ഇതേപോലെ ഒരു സെൽഫായിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പാറ്റേൺ. എന്നിട്ട് അതിൻ്റെ രണ്ട് ബോർഡറിൽ ഈ ഒരു നമുക്ക് ആ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന അതേ പാറ്റേണിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ നമ്മളൊരു ദേശി ടസറിൻ്റെയൊക്കെ സാരി കൊടുത്ത് അതേ ലുക്കിൽ നിൽക്കുകയും ചെയ്യും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്ക് നിൽക്കാം. നമുക്കൊരു പേളിൻ്റെയൊക്കെ സെറ്റൊക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. സാരി നമ്പർ 1. ഇപ്പോൾ റേറ്റ് വരുന്നത്, റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, 3980. അടുത്തത് വരുന്നത് നോക്കിയേ, സാരി നമ്പർ 2. ഇത് കണ്ടോ, ഇതിനകത്തൊരു ചെറിയൊരു ബ്രൗണിഷ് ടോൺ, ഒരു ചെറിയ അങ്ങനെ ഒരു ടോണിലേക്കാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 2. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്ക്. ഇതൊക്കെ ഈ കളറൊക്കെ നമുക്ക് എന്തെല്ലാം ഒക്കേഷൻസിന് കൊടുക്കാം അല്ലേ. നല്ല ഭംഗിയുള്ള സാരീസ്. സാരി നമ്പർ 3. ഇത് കണ്ടോ, ഇതേപോലെയാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതൊരു പിങ്ക് തന്നെ ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വരുന്ന നല്ല ഒരു ലാവൻഡർ ബ്ലെൻഡ് പിങ്ക് ടോണിലേക്കൊക്കെ വരുന്ന എംബ്രോയിഡറി വർക്ക്. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ എഗെയിൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്ന എംബ്രോയിഡറി വർക്ക് കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ. സാരി നമ്പർ 4 നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ എഗെയിൻ ഒരു കണ്ടോ ഒരു സീ ഗ്രീൻ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന എംബ്രോയിഡറി വർക്ക്. സാരി നമ്പർ 5 ഒരു സേജ് ഗ്രീൻസ്, ഒരു സീ ഗ്രീൻ ആട്ടോ, സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന വർക്ക്. സാരി നമ്പർ 5 ശരിക്കും നമ്മുടെ ദേശി ടസറിൻ്റെ അതേ ഫീൽഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. സാരി നമ്പർ 6 വരുമ്പോൾ 6 വരുമ്പോഴും എഗെയിൻ ഒരു ഇത് കണ്ടോ, ഈ ഒരു കളറിൽ ഒരു മോഫ് ടോണിലേക്ക് എന്ന് പറയാം. അതേപോലെ അതും ഒരു ഗ്രീനും കൂടെയൊക്കെ ബ്ലെൻഡായിട്ടുള്ള ഒരു ടോണിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. സാരി നമ്പർ 6. ഏത് കളറായാലും ഇതിനകത്ത് നല്ലതാട്ടോ, നല്ല ഭംഗിയുള്ള സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്